എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റൈറ്റ് വിങ്ങിന്റെ പുതിയ പോസ്റ്റർ ബോയ് സാക്ഷാൽ ഹാവിയർ മിലിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വ്ളോഗിൽ വന്നിരിക്കുന്നത്. സോ ആരാണ് ഹാവിയർ മിലി എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആർക്കും വേണ്ട. അർജന്റീനയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട റോക്ക് സ്റ്റാർ പ്രസിഡന്റ് ആയിട്ടുള്ള ഹാവിയർ മിലി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫേമസ് ആയിരിക്കുകയാണ്. ഇന്നിപ്പോൾ 27-ാം തീയതിയായി. ബിലേറ്റഡ് ക്രിസ്മസ് ആശംസകൾ വ്യൂവേഴ്സിന് എല്ലാവർക്കും. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് അർജന്റീനയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്നല്ല, അവിടെ 25th ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവിടുത്തെ ട്രേഡ് യൂണിയൻസ് ഹോംലെസ് ആയ ആളുകൾക്ക് വേണ്ടി ഒരു ഫ്രീ ഡിന്നർ, ക്രിസ്മസ് ഈവ് ഡിന്നർ ഒരുക്കി അവർക്ക് കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ട്വിറ്ററിൽ ഒരുപാട് കാണുകയുണ്ടായി. അത് കണ്ടതിൽ നിന്നാണ് ഹാവിയർ മിലി എന്ന് പറയുന്ന പുതിയ ലിബർട്ടേറിയൻ റൈറ്റ് വിങ് പോസ്റ്റർ ബോയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. സോ ഹാവിയർ മിലി കുറിച്ച് ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്ന ഒരു ന്യൂസ് കട്ടിങ്, ആരുടെ ഒരു ഒപ്പീനിയൻ റൈറ്റിംഗ് ആയിരുന്നു അത്. എക്കണോമിക് ടൈംസ് പബ്ലിഷ് ചെയ്തിരുന്നു. ഞാനതിൽ ഓദർ ആരാന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു തേർഡ് പാർട്ടി ഓദർ ആണെന്നാണ് അതിൽ ഈ എക്കണോമിക് ടൈംസുകാർ പറഞ്ഞത്. സോ അതിലെങ്ങനെയാണ് പറഞ്ഞത്, ഹാവിയർ മിലി ദ അർജന്റൈൻ പ്രസിഡന്റ് cut inflammation from 54% to 2% and eliminated 5 regulations per day. Here is why he's dubbed as a madman എന്നാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇന്നെ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ December 19th IMFിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ടുള്ള ജൂലി റൊസാക്ക് നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൽ ഹാവിയർ മിലിയുടെ നയങ്ങളെ പുകഴ്ത്തുകയും അതുപോലെ തന്നെ അവർ സ്പ്ലെൻഡഡായ അച്ചീവ്മെൻറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പോൾ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിൽ, വിലക്കയറ്റവും പണപ്പെരുപ്പം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളൊരു അഭിനന്ദനം IMFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി പലയിടത്തു നിന്നും ഇത് സമാനമായിട്ടുള്ള ഡാറ്റകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ പോസ്റ്റർ ബോയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഫലമായി സംഭവിച്ച ചില കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ആദ്യമേ തന്നെ വാൾട്ടർ ബെഞ്ചമിൻ എന്നറിയപ്പെടുന്ന ഒരു ഫേമസ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് പറഞ്ഞൊരു വരിയുണ്ട്, ബിഹൈൻഡ് എവറി ഫാസിസ്റ്റ് റെജിം ദർ ഈസ് എ ഫെയിൽഡ് റെവല്യൂഷൻ. അതായത് പരാജയപ്പെട്ട വിപ്ലവങ്ങൾക്ക് ശേഷമാണ് ഒരു വിപ്ലവം, അതിൻ്റെ അകബണ്ടിയോട് കൂടിയിട്ടാണ് ഫാസിസം ഒരു രാജ്യത്ത് അധികാരത്തിൽ വരിക എന്നാണ് വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞിരിക്കുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയിൽഡ് റെവല്യൂഷൻ, അതായത് റെവല്യൂഷൻ എന്ന ടിപ്പിക്കൽ സെൻസ് അല്ല, അതല്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു പോപ്പുലർ ഡിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് ആങ്കർ എന്ന് പറയുന്നൊരു സാധനം ഹാവിയർ മിലി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അർജന്റീനയിൽ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഡ്യൂ ടു ദ ഇൻഫ്ലേഷൻ റേറ്റ്സ്. അർജന്റീനയിലെ ഉയർന്ന ഇൻഫ്ലേഷൻ നിരക്ക് മൂലം ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ, അതുപോലെ ജനങ്ങൾ മൊത്തത്തിൽ മടുത്തിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. നമ്മുടെ പ്രണബ് ബർദൻ്റെ വേൾഡ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് എന്ന പുസ്തകത്തിൽ ആള് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾ റൈറ്റ് വിങ് ലീഡേഴ്സ്, ജെയർ ബോൾസനാരോ ആകട്ടെ, ഇതായത് മുൻപ് ബിഫോർ ദിസ് എലക്ഷൻ US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതായിക്കോട്ടെ, ഈവൻ നരേന്ദ്രമോദി ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ സീരീസ് ഓഫ് ഇക്കണോമിക് സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് എന്നാണ് പ്രണബ് ബർദൻ വേൾഡ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിമിലർലി അർജന്റീനയിലും ഒരു സീരീസ് ഓഫ് ഇൻസെക്യൂരിറ്റീസിൻ്റെ ഫലമായിട്ടാണ് ഹാവിയർ മിലി എന്ന് പറയുന്ന ഈ വ്യക്തി പ്രസിഡൻ്റായിട്ട് വരുന്നത്. അയാൾക്കൊരു വൺ റിസപ്ഷൻ ലോകത്തെമ്പാടുമുള്ള നിയോകോൺസ്, പിന്നെ ഈ ലിബർട്ടേറിയൻ ആരാധകർ, ഫ്രീ മാർക്കറ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ ആൻഡ് ഒബ്വിയസ്ലി മറ്റ് റൈറ്റ് വിങ് ആയിട്ടുള്ള ഫ്രിഞ്ച് എലമെൻറ്റുകളും നൽകിയിട്ടുണ്ട്. സപ്പോർട്ടുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹാവിയർ മിലി അധികാരത്തിൽ വന്ന ശേഷം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അർജന്റീനയിൽ ഹാവിയർ മിലി അധികാരത്തിൽ വന്ന് ആദ്യത്തെ 6 മാസങ്ങളിൽ അവിടുത്തെ പോവർട്ടി റേറ്റ് 40% നിന്ന് 53% ജമ്പ് ചെയ്തു. അതായത് 6 മാസത്തിനുള്ളിൽ 13% വർധനമാണ് അവിടുത്തെ പോവർട്ടിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് അർജന്റീനയിലെ തന്നെ ഗവൺമെൻറ് ഡാറ്റകളെ കോട്ട് ചെയ്തുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിൽ ഡാനിയൽ പൊളിറ്റി, ലൂസിയ ചൊലാക്കിൻ ഹെരേര, അന്ന അയനോവ എന്ന് പറയുന്ന 3
പേര് ചേർന്ന് എഴുതിയ ആർട്ടിക്കിളിൽ, അവർ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ആർട്ടിക്കിളിൽ അവർ ഗവൺമെൻറ് ഡാറ്റകളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ഹാവിയർ മിലി അധികാരത്തിൽ വന്ന് 6 മാസം കൊണ്ട് അവിടുത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വർദ്ധിച്ചു, 13% വർദ്ധിച്ചു. ഇത് 6 മാസത്തെ കണക്കാണ് ഹാവിയർ മിലി അധികാരത്തിന് ശേഷം. അതുപോലെ തന്നെ ISEPCI എന്ന് പറയുന്ന ഒരു സോഷ്യൽ എക്കണോമിക് ആൻഡ് സിറ്റിസൺ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബേസിക് ഫുഡ് ബാസ്ക്കറ്റിൽ, അതായത് നമ്മൾ ഈ ബേസിക് ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് പ്രാഥമികമായി വേണ്ട ഭക്ഷണ സാമഗ്രികളുടെ വില ചേർത്തിട്ടുണ്ടാക്കുന്ന ബേസിക് ഫുഡ് ബാസ്ക്കറ്റിൽ പച്ചക്കറി, പലചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഹാവിയർ മിലി അധികാരത്തിൽ വന്നതിന് ശേഷം 75.16% വർധനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ 68.95%. മീറ്റ് ഐറ്റംസ്, ഈ അർജന്റീനയിലും ലാറ്റിൻ അമേരിക്കയിലും മീറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദിയർ സ്റ്റാപ്പിൾ ഡേ. അപ്പോൾ അതിലൊരു 62.01% വർധനമുണ്ട്, 62.01. അതുപോലെ തന്നെ അർജന്റീനൻ ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാവിയർ മിലി അധികാരത്തിൽ വന്ന ശേഷം 1,36,000 തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലും മറ്റു സെക്ടറുകളിലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനും ആരംഭിച്ചു എന്നുള്ളതാണ്. സോ എന്താണ് ഹാവിയർ മിലി? ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുക, എന്താ ഹാവിയർ മിലി അധികാരത്തിൽ നിന്നിട്ട് അവിടെ ഇൻഫ്ലേഷൻ കുറഞ്ഞില്ലേ, അപ്പോൾ ഹാവിയർ മിലി ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കും. ഈ ഹാവിയർ മിലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓസ്റ്റെറിറ്റി പോളിസീസ് നടപ്പിലാക്കി. സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ച് അധികാരത്തിൽ വരിക റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളായിരിക്കും, റൈറ്റ് വിങ് അൾട്രാ റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളായിരിക്കും. അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ഓസ്റ്റെറിറ്റി പോളിസികൾ അഥവാ ചെലവ് ചുരുക്കൽ നയങ്ങൾ നടപ്പിലാക്കും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 70s റീഗൻ, മാർഗരറ്റ് താച്ചർ, അഗസ്റ്റോ പിനാഷെ തുടങ്ങിയിട്ടുള്ളവർ ചെയ്ത പോലെ ഹാവിയർ മിലിയും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്തു. വിദ്യാഭ്യാസം, അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള അനേക വകുപ്പുകൾ ലിക്വിഡേറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറച്ച് ഒരു പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു റോളും വർദ്ധിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞതോട് കൂടിയിട്ട് ഈ ക്യാഷിൻ്റെ ഫ്ലോയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ താഴോട്ട് പോയി, അതായത് ആ പണത്തിൻ്റെ പെരുപ്പം താഴോട്ട് പോയി. അദ്ദേഹം അധികാരത്തിൽ വന്നാൽ അവരുടെ അർജന്റീനയുടെ തനത് കറൻസി റദ്ദാക്കി ഡോളറാക്കും, അങ്ങനെ എന്തൊക്കെയോ പ്രഖ്യാപനങ്ങൾ ആൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും അതിലേക്കൊന്നും ആൾക്ക് കൈവയ്ക്കാൻ പറ്റിയിട്ടില്ല. അതിലൊക്കെ തൊട്ടാ പൊള്ളും എന്ന് മിലിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഹാവിയർ മിലിയുടെ ഈ എക്കണോമിക് പോളിസികളെ നമ്മൾ ഒരു ഷോക്ക് തെറാപ്പി എന്നാണ് വിശേഷിപ്പിക്കാൻ പറ്റുക. ഇക്കണോമിക്സിൽ ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത്, ഒരു എക്കണോമി വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ആ രാജ്യത്ത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്ന ഒരു സെറ്റ് ഓഫ് എക്കണോമിക് പോളിസികളാണ് ഒരു ഷോക്ക് തെറാപ്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. സോ ഈ ഷോക്ക് തെറാപ്പി ഇപ്പോൾ അർജന്റീനയിൽ മാത്രമല്ല, ഇതിനു മുൻപ് റഷ്യയിൽ, പോസ്റ്റ് സോവിയറ്റ് റഷ്യയിൽ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഈ ഷോക്ക് തെറാപ്പിയുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അത് ഉണ്ടാക്കുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസിൻ്റെ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു റീൻ ഓഫ് ഡിസ്ട്രസ് ആൻഡ് ഇൻസെക്യൂരിറ്റി. അതാണ് ഷോക്ക് തെറാപ്പി നമുക്ക് ഗിഫ്റ്റായിട്ട് എപ്പോഴും തരിക. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇസബൽ ഓർട്ടിസ്, മാത്യു കമ്മിൻസ്, ജെറോം കപ്പാൽഡോ, പിന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള കലൈവാണി കരുണാനിധി തുടങ്ങിയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ തയ്യാറാക്കിയൊരു പേപ്പറുണ്ട്, എ റിവ്യൂ ഓഫ് ഓസ്റ്റെറിറ്റി ട്രെൻഡ്സ് 2010-2020 ഇൻ 187 കൺട്രീസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. സോ ഓസ്റ്റെറിറ്റി പോളിസികൾ വഴിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സാമ്പത്തികമായിട്ടുള്ള പുനർക്രമീകരണങ്ങൾ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഈ ഡെക്കേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ ഈ 3 പേരും അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും
അതിൻ്റെ എഫക്റ്റിൽ നിന്ന് ആ രാജ്യങ്ങൾക്ക് ഇപ്പോഴും കരകയറാൻ പറ്റാത്തൊരു രീതിയിൽ അവരതിൽ പെട്ടുപോയി എന്നുകൂടി അവരിതിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഓസ്റ്ററിറ്റി ഇൻ ദി ആഫ്റ്റർ മാത്ത് ഓഫ് ഗ്രേറ്റ് റിസഷൻ എന്ന് പറയുന്നൊരു പേപ്പർ ക്രിസ്റ്റഫർ എൽ ഹൗസും ക്രിസ്ത്യൻ പ്രോബിങ്സും ലിൻഡ എൽ ടെസറും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഓസ്റ്ററിറ്റി പോളിസീസ് നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ ഈ ഒരു പേപ്പറിൽ പറയുന്നത്. അപ്പോൾ ഈ 2 പേപ്പേഴ്സിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റ് 2010 അതിനു മുൻപ് ഓയിൽ ക്രൈസിസിൻ്റെ സമയത്തായാലും പല രാജ്യങ്ങളിൽ ഗവൺമെൻറ് സ്വീകരിച്ചതെന്ന് പറയുന്നത് ഷോക്ക് തെറാപ്പിയിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി ഓസ്റ്ററിറ്റി പോളിസികൾ വഴി സർക്കാരിൻ്റെ ഒരു ചെലവ് ചുരുക്കുക, അല്ലെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കുക, റാമ്പന്റ് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് വിചാരിച്ച ഔട്ട്പുട്ട് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, മറ്റനേകം പ്രശ്നങ്ങളെ കൂടി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതും ഈ പേപ്പറിലൂടെ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പോസ്റ്റ് 2010 ക്രൈസിസിനെ കുറിച്ച് UN ഒരു ഹൈ ടാസ്ക് പവർ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, ദ സ്റ്റിഗ്ലിറ്റ്സ് റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന റിപ്പോർട്ടിലും അവർ പറയുന്നത് ഗവൺമെൻറ്റിനോട് ചെലവ് കുറയ്ക്കാനല്ല, മറിച്ച് അതിനെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യാനാണ് ഷോക്ക് തെറാപ്പിക്ക് പകരം. ഇനി ഷോക്ക് തെറാപ്പിയുടെ ഒരു ടോട്ടൽ സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ റഷ്യൻ എക്സാമ്പിൾ ആക്കിയിട്ടുള്ള ഒരു ഷോക്ക് തെറാപ്പിയെ കുറിച്ചുള്ള പേപ്പേഴ്സ് ഈ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അനുരാധ ചെനോയ് എഴുതിയിട്ടുണ്ട്. അനുരാധ ചെനോയും അവരുടെ പാർട്ട്ണറായിരുന്ന കമൽ മിത്ര ചെനോയും കൂടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ക്യാൻ ഓൾസോ ബി റെഫേർഡ്. സോ കമ്മിങ് ബാക്ക് ടു ഹാവിയർ മിലി സിമ്പിളായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, പഞ്ചറായ 4 ടയർ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ, പഞ്ചറായ 4 ടയർ വെച്ച് ഓടുന്ന ഒരു കാറ്, ആ കാറ് നിറങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിപ്പോൾ ശരിയാക്കി തരാം എന്ന് നമ്മുടെ കുതിരവട്ടി പപ്പ പറഞ്ഞത്, ഇതിപ്പോൾ ശരിയാക്കി തരാം മൊയ്തീന, ചെറിയ സ്പാനർ എടുക്കുന്ന പറഞ്ഞിട്ട് ഒരു സ്പാനർ എടുത്ത് അതിൻ്റെ നട്ടും ബോൾട്ടും അഴിച്ച് കട്ടപ്പുറത്ത് കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഹാവിയർ മിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹാവിയർ മിലിയുടെ ഓപ്പൺ എൻഡോർസൽ ഓഫ് ഫ്രീ മാർക്കറ്റ്, ഓപ്പൺ എൻഡോർസൽ ഓഫ് ഓസ്റ്ററിറ്റി പോളിസീസ്, അത് കണ്ടതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ ലെഫ്റ്റിൻ്റെ റീസർജൻസ് ഉണ്ടാകുന്ന ഒരു സമയം, അതുപോലെ ഇപ്പോൾ UK ഈ ഗവൺമെൻറ്, കൺസർവേറ്റീവ് ഗവൺമെൻറ് താഴെ വീഴുന്നു, അവിടെ ഒരു ലേബർ ഗവൺമെൻറ് വരുന്നു. അതുപോലെ പലയിടത്തും ഓസ്റ്ററിറ്റി പോളിസികളും ഈ പറയുന്ന ലിബർട്ടേറിയൻ റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളും ക്രൈസിസ് നേരിടുന്ന സമയത്ത് എല്ലാവർക്കും എന്താ പറയുക, കാത്തിരുന്ന രക്ഷകനായിട്ട് കിട്ടിയതാണ് അർജൻറ്റീനയെയും ഹാവിയർ മിലിയെയും. അതുകൊണ്ട് ആരും അവസരം പാഴാക്കിയില്ല. കേരളത്തിലടക്കമുള്ള റൈറ്റ് വിങ്ങേഴ്സ് സ്വാഭാവികമായിട്ടും ഹാവിയർ മിലി ഏറ്റെടുത്തു. ഹാവിയർ മിലി ഒരു വിസ്മയം പോലെ ഹാവിയർ മിലി എന്നുള്ള രീതിയിലാണ് ഈ റൈറ്റ് വിങ്ങേഴ്സ് മുഴുവൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ ഇന്നർ കോറിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ഹിസ് ഓൺ അപ്രൂവൽ റേറ്റ്. ഹാവിയർ മിലി അധികാരത്തിൽ വന്നപ്പോഴുള്ള അപ്രൂവൽ റേറ്റും ഇപ്പോൾ അപ്രൂവൽ റേറ്റും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഹാവിയർ മിലി ഈസ് ഗെറ്റിംഗ് a kind of negative response, a great amount of negative response from the people of Argentina. അപ്പോൾ rampant poverty, rampant unemployment and rampant increase in basic materials, ഇതാണ് അർജൻറ്റീനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഫോർ സെലക്ടിങ് യുവർ പോസ്റ്റർ ബോയ് ബി വെരി കെയർഫുൾ. നമ്മളവിടെ പോസ്റ്റർ ബോയ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വളരെയേറെ ശ്രദ്ധിക്കണം. വിസ്മയം പോലെ അവർ വരും എന്ന് കരുതിയാൽ, നമുക്കറിയാം മുൻപ് ഇതുപോലെ വിസ്മയം പോലെ എന്ന് എഴുതി വെച്ച ഒരു ടീം ആ ഒരു രാജ്യത്തെ നശിപ്പിച്ച് കുളം തോണ്ടിയത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുപോലെ വിസ്മയം പോലെ ഹാവിയർ മിലി എന്ന് പറഞ്ഞ് പ്രതിഷ്ഠയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അർജൻറ്റീനയിൽ ഇനിയും ഒരു സിവിയർ എക്കണോമിക് മെൽറ്റ് ഡൗൺ ഉണ്ടായാൽ നിങ്ങളുടെ എല്ലാ വാദഗതികളും തകർന്നു തരിപ്പണാവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹാവിയർ മിലി ഫാൻസിനും ഹാവിയർ മിലിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് ബൈ.